സമസ്തക്ക് മൗലിദ് പരിചയമില്ല. നിങ്ങൾക്കറിയോ? 952 സമസ്തക്ക് മൗലിദ് പരിചയമില്ല. എന്താ തെളിവ്? തെളിവുണ്ട്. എന്താ തെളിവ്? കേട്ടോളൂ. ഇത് സമസ്തയുടെ ആധികാരിക മുഖപത്രമായ അൽബയാൻ മാസികയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്. ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കും അന്വേഷിച്ചാൽ കണ്ടെത്താം. 952 സഫർ മാസത്തെയാണ്. 952 വർഷം സഫർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ 952 അന്ന് മുജാഹിദുകൾ മൗലിദിനെ കുറിച്ച് വിമർശിച്ച് എഴുതിയപ്പോൾ അതിന് മറുപടിയായി എഴുതിയതാണ്. എന്താ എഴുതിയത്? ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ച് എഴുതിയിട്ട് അവസാനം പറഞ്ഞു വരുന്നു, ഒട്ടാകെ ഇതിന്റെ രത്നച്ചുരുക്കം അഥവാ ഇത്രയും സമയം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം മൗലൂദ് മുതലായ കാര്യാദികൾ ഹലാലായ ബിദ്അത്താണെങ്കിൽ തന്നെ ഖാലിസായ നെയ്യത്തോടുകൂടി കുറ്റങ്ങൾ കലരാതെ നിർവഹിക്കുന്നതായാൽ കൂലി കിട്ടുമെന്നുള്ളതാണ്. കണ്ടോ? ഇവിടെ രണ്ട് പ്രയോഗമുണ്ട്. ഒന്ന്, ഹലാലായ ബിദ്അത്താണെങ്കിൽ തന്നെ. അപ്പൊ മൗലിദ് ഹലാലായ ബിദ്അത്താണ് എന്ന് സമസ്ത അംഗീകരിക്കുന്നു. എന്നാൽ ഈ ഹലാലായ ബിദ്അത്ത് ഇപ്പോ ബിരിയാണി ഉണ്ടാക്കി തിന്നല് ഒരു ഹലാലായ ബിദ്അത്താണ് അല്ലേ? വില കൂടിയ വസ്ത്രം ധരിക്കല് ഹലാലായ ബിദ്അത്താണ്. അങ്ങനെ ഹലാലായ ബിദ്അത്തുകൾക്ക് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹലാലായ ബിദ്അത്ത്. ഇനി ഹലാല് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തിച്ചാൽ ശിക്ഷയുമില്ല കൂലിയുമില്ല. അങ്ങനത്തെ കാര്യമാണ് ഹലാലായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അമ്പലക്കടവ് ഫൈസിയോട് ചോദിച്ച്, ഇനി ഇടയൊക്കൊന്ന് പറയട്ടെ, വായിക്കപ്പം തന്നെ വായിക്കാം. ഈ ഹലാലിനെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ അമ്പലക്കടവിയോട് ഫൈസിയോട് ചോദിച്ചു, ഉസ്താദേ ഈ ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്ം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ഹലാലായ ഒരു കാര്യമാണ്, മുബാഹാണ്. മുബാഹും ഹലാലും ഒക്കെ ഏറെക്കുറെ ഒന്നാണ്. അപ്പൊ കുറ്റമില്ല ശിക്ഷയുമില്ല അല്ലെ കൂലിയുമില്ലാത്തൊരു കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ചോദ്യകർത്താവ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹിനോട് ചോദിച്ചാ പോരെ? മഹാത്മാക്കളോട് എന്തിനാ ചോദിക്കുന്നത്? അതൊരു ഞാൻ ഒന്ന് വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അതെ, നമ്മളിപ്പോ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ബെൻസ് കാറിലും യാത്ര ചെയ്യാം, ലോക്കൽ KSRTCയിലും പോകാം. ഏതാണ് എളുപ്പവും സുഖവും? ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് അത് അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കുക. KSRTC ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യലോ അത് അള്ളാഹിനോട് ചോദിക്കുക എന്നതുപോലെയാണത്രേ. അപ്പൊ ഹലാലായ കാര്യത്തിന്റെ ആ ഹുക്കുമിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണക്കാരായ ആളുകൾ ഏത് വാഹനത്തിലാ കയറുക? ലോക്കൽ KSRTCയിൽ കയറുവോ? ബെൻസ് കാറിൽ സൗകര്യം ഉണ്ടെങ്കിൽ അതിലല്ലേ പോവുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ സാധാരണക്കാരൊക്കെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നു. അള്ളാഹിനോട് ചോദിക്കാതെ, അള്ളാഹുവിനോട് ചോദിക്കലല്ല നല്ലത്, മരിച്ചുപോയ മഹാത്മാക്കളോട് ആണ് ചോദിക്കല് ഏറ്റവും നല്ലത്. മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കലും പ്രാർത്ഥിക്കലും പുണ്യമാണ്. അള്ളാഹിനോട് ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഉത്തരം കിട്ടാൻ എളുപ്പം മരിച്ചുപോയ മഹാത്മാക്കളോടാണ് എന്നിത്യാദി ഈ വിശ്വാസങ്ങള് ഈ സമുദായത്തിലേക്ക് കടന്നു വന്നത് ഇത്തരത്തിലുള്ള ഈ അഭിപ്രായ പ്രകടനങ്ങളിലൂടെയാണ്. അപ്പൊ എന്നതുപോലെ മൗലിദിനെ കുറിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹലാലായ ബിദ്അത്താണ് എന്നാണ്. അങ്ങനെ ആണെങ്കിൽ പോലും ഖാലിസായ നെയ്യത്തോടു കൂടെ കുറ്റങ്ങൾ കലരാതെ. ഇപ്പോ ബിരിയാണി തിന്നാണെങ്കിൽ എനിക്ക് ബിരിയാണി തിന്ന് നല്ല ആരോഗ്യം ഉണ്ടാകണം, അള്ളാഹ് തന്നതാണ് എന്നൊക്കെ നാം വിശ്വസിക്കുമ്പോ ബിരിയാണി തിന്നുന്നതിന് കൂലിയുണ്ടല്ലോ. അതെ, ബിരിയാണി ആണെങ്കിലും ഇത് അള്ളാഹ് തന്ന നിഅമത്താണ് എന്ന് വിശ്വസിക്കുക. എനിക്ക് ശാരീരികമായ ആരോഗ്യവും ആഫിയത്തുണ്ടാകണം, അങ്ങനെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം എന്ന ആ നെയ്യത്തോടുകൂടെ ആണെങ്കിലോ
അതുകൊണ്ട് നമുക്ക് കൂലിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുന്നു ഹലാലായ വിദ്അത്താണെങ്കിലും കുറ്റങ്ങൾ കലരാതെ ചെയ്താൽ കൂലി കിട്ടുമെന്നുള്ളതാണ്. ആരാ ഇത് പറയുന്നത്? സമസ്തയുടെ എഡിറ്റോറിയലാണിത്, ആധികാരിക മുഖപത്രമാണ്. അവരാണ് പറയുന്നത് കൂലി കിട്ടുമെന്നുള്ളതാണ്. എവിടെ ഉണ്ട് കൂലി കിട്ടുമെങ്കിൽ? എവിടെയുണ്ട്? മുസ്ലിയാരെ നേരത്തെ പറഞ്ഞില്ലേ ഹലാലായ വിദ്അത്തുകളും നല്ല നെയ്യത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ അത് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ. ഇവിടെ എങ്ങനെയാ നല്ല നെയ്യത്ത്? ബിരിയാണി തിന്നുന്നിടത്ത് ബിരിയാണി ഉണ്ടാക്കി തിന്നല് അതൊരു നല്ല ചര്യയാണ്, അത് റസൂലുള്ളാഹിയുടെ ചര്യയാണ്, അത് സ്വഹാബത്തിന്റെ ചര്യയാണ്, അതൊരാരാധനയാണ് എന്നങ്ങ് വിശ്വസിച്ച് ഞാൻ ചെയ്താലോ? എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാക്കുന്നു, അതെങ്ങനെ ബിരിയാണി? എന്റെ ഉദ്ദേശം എന്താ? ഇതൊരു മതപരമായ ചടങ്ങാണ്, ഹലാലായ വിദ്അത്തല്ലേ. നല്ല ഉദ്ദേശത്തോടുകൂടെ ചെയ്താല് കൂലി കിട്ടൂലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാക്കാം. എന്താ? മതപരമായ ഒരു കാര്യമാണ്, മതപരമായ ഒരു കർമ്മമാണ് എന്ന നിലക്ക് ചെയ്യുകയാണെങ്കിലോ? സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നതുപോലെ ഇവിടെയും മൗലിദ് ഒരു സുന്നത്തായ കാര്യമാണ്, പരലോകത്ത് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് ചെയ്താൽ കൂലി കിട്ടുമോ? കിട്ടൂല എന്നാണ് ഇവർ പറയുന്നത്. കേട്ടോളൂ, കിട്ടൂല. മതപരമായ ഒരു കാര്യമാണ്, സുന്നത്തായ ഒരു കാര്യമാണ്, പരലോകത്തെ സവാബിനെ മോഹിച്ചുകൊണ്ട് ആണ് ഇത് ചെയ്യുന്നതെങ്കിലോ അത് ബിദ്അത്ത് ളലാലത്താണെന്നാണ്. കേട്ടോളൂ. അപ്പോ എന്നാൽ ഇന്ന് നടപ്പിലുള്ള മൗലൂദ്, പാട്ട് മുതലായവക്ക് ദീനിയായ, ഇവിടെ മൗലൂദ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിച്ചത്, മൗലിദ് എന്നാണ് ഇവിടെ മൗലൂദ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതേ ഞാൻ വായിച്ചോളൂ. ഇയാൾക്ക് വായിക്കാൻ പോലും അറിയില്ല എന്ന് പറയണ്ട. ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമില്ല, കാരണം ഞാൻ അത്ര വലിയ പണ്ഡിതനാണെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ചിലപ്പോൾ മനുഷ്യാവസ്ഥയല്ലേ, ചെറിയ തെറ്റുകളൊക്കെ വരാമല്ലോ. ആർക്കാ വരാത്തത്? അപ്പൊ ഇവിടെ മൗലിദ്, പാട്ട് മുതലായവക്ക് ദീനിയായ യാതൊരു സ്ഥാനവും കൽപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം. ദീനിയായ യാതൊരു സ്ഥാനവും കൽപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ യാതൊരു അബദ്ധവുമില്ല. അപ്പൊ ദീനിയായ യാതൊരു സ്ഥാനവും മൗലിദിനില്ല എന്ന് അവര് വളരെ സ്പഷ്ടമായി എഴുതിയിരിക്കുന്നു. കാരണവും എഴുതിയിട്ടുണ്ട്. കാരണം അത് ദീനിൽ ഒരു സുന്നത്തായ കർമ്മമെന്ന നിലക്കും പരലോക സവാബിനെ മോഹിച്ചുകൊണ്ടുമല്ല ചെയ്തു വരുന്നത്. കണ്ടോ? അത് ഒരു സുന്നത്തായ നിലക്കോ പരലോക സവാബിനെ മോഹിച്ചുകൊണ്ടുമല്ല ചെയ്തു വരുന്നത്. പിന്നെയോ ബർക്കത്തിനെ ലാക്കാക്കിയും കഷ്ടതകളും ദുരിതങ്ങളും വലയം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടുവാനും വേണ്ടിയാണ്. ഇതാരാണ് കണ്ടുപിടിച്ചത്? അപ്പോ സുന്നത്തല്ല, പരലോകത്ത് കൂലിയില്ല, പിന്നെന്തിനാണ് മൗലിദ് കഴിക്കുന്നത്? കഷ്ടതകൾ നീങ്ങാനാണ്, ദുരിതങ്ങൾ നീങ്ങിക്കിട്ടാനാണ്. ആരാണ് പഠിപ്പിച്ചത്? കഷ്ടതകൾ നീങ്ങാനും ദുരിതങ്ങൾ നീങ്ങിക്കിട്ടാനും നിങ്ങൾ മൗലിദ് കഴിച്ചോ എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? താബിഈകളും താബിഈകളും പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ കൂലിയില്ലാത്ത, പരലോകത്ത് കൂലിയില്ലാത്ത, സുന്നത്താണെന്ന് വിശ്വസിക്കാൻ പാടില്ലാത്ത ഈ കാര്യം പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. പരലോകത്ത് കൂലിയല്ലെങ്കിൽ പിന്നെ എവിടെ കൂലിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ദുനിയാവിലെ കൂലി കിട്ടുമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് പുത്തൻവാദി? മൗലിദ് കഴിക്കുന്നവരാണോ പുത്തൻവാദി? അതോ മൗലിദ് കഴിക്കാത്തവരാണോ പുത്തൻവാദി?